വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഈ ബേർഡ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയാൽ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നമുക്കൊരു വെതറൊക്കെ നോക്കി പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫി അല്ലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സബ്ജക്റ്റ് അവിടെ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനിന്ന് പോകുന്നത് ഏഴിമല നാവൽ അക്കാഡമിക്ക് അടുത്തുള്ള എട്ടിക്കുളം ബീച്ചിലാണ്. എന്തായാലും എന്തെങ്കിലും ഒരു ഷോർ ബേർഡിനെ കാണുന്നില്ല പ്രതീക്ഷയോടെയാണ് എൻ്റെ യാത്ര. അങ്ങനെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബീച്ചിലെത്തി. കടലൊക്കെ കുറച്ച് വയലൻ്റാണ് ഇവിടെ. ഞാനിങ്ങനെ കുറേ നോക്കി, അപ്പോൾ ഒരു ബേർഡിനെ കണ്ടെത്തി. ഇതൊരു മൈഗ്രേറ്ററി ബേർഡാണ്. ഇതിൻ്റെ പേര് യുറേഷ്യൻ വിംബ്രൽ. ഈ ബേർഡ് കുറച്ച് ഷൈ ആണ്. ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ അത് ദൂരെ പോവാം. എന്നാലും ഞാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തു. എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് പോയാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഫ്രെയിമുണ്ട്. അതായത് പരമാവധി നമ്മളെ ഫ്രെയിം ഫില്ല് ചെയ്യുക, നന്നായിട്ട് കമ്പോസ് ചെയ്യുക. അതിൻ്റെ ഒരു ബെസ്റ്റ് ഒരു ആക്ഷൻ, അതിൻ്റെ എൻവയൺമെൻറ്റിൽ നിന്നുള്ള ഒരു ബെസ്റ്റ് ആക്ഷൻ എടുക്കുക. ഞാനെന്തായാലും ഇതിനെ പരമാവധി ഫോളോ ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ അതിൻ്റെ അടുത്ത് എപ്പോഴും സ്പെൻഡ് ചെയ്ത് അത് കുറച്ച് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി അടുത്ത് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റിൽ അത് പറക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം, പരമാവധി ഒരു ശ്രമം നടത്തി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ് വാസ് എ ഗുഡ് ഡേ.